എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ചെയ്യുന്ന വർക്കെന്ന് പറഞ്ഞാൽ ഒരു തെന്ന LX വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ പവർ സ്റ്റിയറിങ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളാദ്യം സ്റ്റിയറിങ് റിമൂവ് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അത്യാവശ്യം നല്ല ടൈറ്റായിരുന്നു കേട്ടോ. സ്റ്റിയറിങ് റിമൂവ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അത് നമ്മൾ സാധാരണ സ്റ്റിയറിങ്ങൊക്കെ ലൂസ് ചെയ്ത് ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് ഊരിപ്പോരും. 17 വോൾട്ട് ചെറുപ്പം ടൈറ്റ് ചെയ്തിട്ട് ലൂസായി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞ് ഊരിപ്പോരുന്ന കേട്ടോ. പക്ഷേ ഇത് അങ്ങനെ പോരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോണിൻ്റെ ആ ഒരു ഭാഗം കൂടെ നമ്മൾ അഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മളുണ്ടാക്കി വെച്ചിരുന്ന പുള്ളറുണ്ടല്ലോ, അത് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഊരിപ്പോകുന്നു, സിമ്പിളായിട്ട് ഊരിപ്പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ അത് ഇരട്ടി പണിയാണ്. മൊത്തം അഴിച്ചെടുക്കണം, ഊരിയെടുത്തിട്ട് പിന്നെ തട്ടണം. തട്ടി പോരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മില്ലിങ് ത്രെഡൊക്കെ പോകും. അപ്പോൾ സ്റ്റിയറിങ്ങിന് ഷേക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നല്ലത് പുള്ളർ ഉപയോഗിക്കുന്നുണ്ട്, സിമ്പിളായിട്ട് ഊരിപ്പോരും. അത്ര അഴിയാത്താണെങ്കിലും പുള്ളർ ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ട് ഊരിപ്പോരും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഊരിയെടുത്തു. നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഇഗ്നിഷൻ കോയിലിൻ്റെ സ്വിച്ചിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ സ്വിച്ചിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ കപ്ലറിൻ്റെ അകത്തുനിന്ന് തന്നെ നമ്മൾ ലൈനിലെടുക്കുകയാണ് കേട്ടോ. അവിടെ 12 വോൾട്ട് ഡയറക്റ്റ് വന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ ഇഗ്നിഷൻ ഓണാക്കുമ്പോൾ വരുന്ന അതേ തന്നെ നമ്മൾ എടുക്കുന്നതാണ്. അതേ 12 വോൾട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യാമെന്ന് വെച്ചാൽ അതിനകത്ത് എക്സ്ട്രാ ചെറിയൊരു പൾസിൻ്റെ ബോർഡ് വെച്ച് ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റിങ്ങും മൊഡ്യൂളിൻ്റെ ലൈഫും കിട്ടുന്നതായിരിക്കും കേട്ടോ. സാധാരണ ECMA നമുക്ക് എടുക്കാൻ പറ്റില്ലാത്ത വണ്ടികൾക്കൊക്കെ നമ്മൾ അങ്ങനെ ഒരു ബോർഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൊഡ്യൂളിന് ഏറ്റവും ലാസ്റ്റിങ് അതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ മാരുതി 800 ഓമിനി ഒക്കെ ചെയ്യുമ്പോഴും പവർ സ്റ്റിയറിങ് ചെയ്യുമ്പോഴും ടാറ്റ നാനോ ഇതിലൊക്കെ പവർ സ്റ്റിയറിങ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ആ ബോർഡ് വെച്ച് കൊടുക്കുന്ന കേട്ടോ നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആക്കുമ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ പവർ സ്റ്റിയറിങ് വർക്കിംഗ് ആയിരിക്കും. പിന്നെ മൊഡ്യൂളിന് ലൈഫും കൂടുതൽ കിട്ടും. അങ്ങനെ രണ്ടു ഗുണങ്ങളുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ വർക്കിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്ലർ നോക്കി ചെയ്യുന്നത്. അപ്പം ഒരു ഗുണമെന്ന് വെച്ചാൽ കപ്ലറിൻ്റെ ഭാഗത്തു നിന്ന് എടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് വേണ്ട പവർ സ്റ്റിയറിങ് വേണ്ട, അല്ലെങ്കിൽ വേറെ വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ പവർ സ്റ്റിയറിങ് അഴിച്ചെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവിടുന്ന് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാം. വേറെ വയറിങ് ഷൂട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഈ LX മോഡൽ വണ്ടികളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഈ മുടികൾ വരുന്ന ഭാഗത്ത് അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ അടിവശത്ത് ഇപ്പോൾ ഇതിപ്പം വയറിങ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. മൊഡ്യൂളിലേക്കുള്ള വയറും മോട്ടറിലേക്കുള്ള വയറുമാണ് കേട്ടോ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഭാഗത്ത് അടിവശം റിമൂവ് ചെയ്യത്തില്ല കേട്ടോ, കവർ റിമൂവ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ മോട്ടറും കോളം കയറ്റി വെക്കാൻ തന്നെ അത്യാവശ്യം നല്ല പാടായിരിക്കും. മോട്ടർ ഉൾപ്പെടെ കയറ്റി വെക്കുമ്പോഴത്തേക്കും നല്ല പാടായിരിക്കും. അപ്പം അതൊക്കെയാണ് ചെന്നുള്ള ചെറിയൊരു വളരെ കേസുകൾ അതൊക്കെയാണ് LX വണ്ടികൾക്ക്. LX വണ്ടിയാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ട്, അതിന് കുറച്ച് വരുന്നുണ്ട്. പിന്നെ അതൊക്കെ അടിയിൽ നിന്ന് മുടികളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അഴിച്ചെടുക്കാവുന്ന രീതിയിൽ നമുക്ക് അവിടുത്തെ ആ ഭാഗത്തെ കവർ റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ആ കപ്ലറിലേക്ക് ലൈൻ കുത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. വീഡിയോ തന്നെ എടുക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ആകുന്നൊന്നുമില്ല, അറിയാം. നമ്മുടെ വർക്കിപ്പം വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് മുടികളെല്ലാം സെറ്റാക്കി ഇപ്പം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഹോണിൻ്റെ ഒക്കെ ക്ലിപ്പ് എല്ലാം റെഡിയാക്കി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് ഓടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. വ്യൂസൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് വരുന്നുണ്ട്, എന്നാലും ആരും തന്നെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു.
പിന്നെ ആർക്കെങ്കിലും പർച്ചേസിങ് കയറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കാം. നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓമിനിയും ഓൾട്ടോ, മാരുതി 800, ടാറ്റ നാനോ, അങ്ങനെ മിക്ക വണ്ടികൾക്കും നമ്മൾ സാൻഡ്രോ, ഓൾട്ടോ എല്ലാത്തിൽ നിന്ന് നമ്മൾ പർച്ചേസിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരിക്കലും ഓർപ്പിക്കുന്നു, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.